ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ആ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ദ 7 ഏജസ് ഓഫ് മാൻ, ലിറ്റിൽ തിങ്സ് മാറ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, അതായത് മുത്തശ്ശിയോടൊപ്പം ഒരു ലോങ് വാക്ക്, ഒരു ദീർഘയാത്ര. ഓക്കെ, അപ്പോൾ അതിലെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കഥ എഴുതിയിരിക്കുന്ന ആരാന്നറിയാലോ, റസ്കിൻ ബോണ്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിൽ ഒരു ഗ്രാൻഡ് മദറും അതേപോലെ ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള, അതായത് ഒരു മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഗ്രാനി കുഡ് ഹിയർ എ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹരിയുടെ അകലെയുള്ള ഒരു ഒച്ച, ഇരമ്പൽ കേൾക്കാനും അതേപോലെ തന്നെ പൈനിലകൾ എന്ന് പറഞ്ഞാൽ പൈൻമരം എന്നൊക്കെ കേട്ടിട്ടില്ല, അതിൻ്റെ സ്മെല്ല് അറിയാനും അതേപോലെ തന്നെ ചെറുമകനാണ് മാനി അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാനും ഗ്രാനിക്ക് സാധിച്ചിരുന്നു. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷേ മുത്തശ്ശിക്ക് റിവർ, അതായത് നദിയോ അതേപോലെ തന്നെ ട്രീസോ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ട്രീസ്. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് man's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. അപ്പോൾ വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? നദിയോ മരങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ മാനിയുടെ ചീകി ഒതുക്കാത്ത മുടി, മാനീസ് ഫസി ഹെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീർപ്പോണ്ട് വാരാത്ത ഫസി എയർ, അതേപോലെ തന്നെ ബ്ലാക്ക്ബെറി ഐസ്, അവൻ്റെ കണ്ണ് ബ്ലാക്ക്ബെറി പോലെയാണ് അവൻ്റെ കണ്ണുകളും, അതേപോലെ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ തിളക്കമാണ്, പല്ലിൻ്റെ തിളക്കവും ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഗ്രാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രാനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസ്സസ്. ഗ്രാനിക്ക് ഒരു പഴയ കണ്ണടയായിരുന്നു ഉണ്ടായിരുന്നത്. ഷീ വുഡ് ഹാവ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ ഇൻ 10 years. 10 വർഷമായിട്ട് അതന്നെയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ. അപ്പോൾ കണ്ണിനെന്താണ്, കാഴ്ചയൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് ദ ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. 10 വർഷമായില്ല, അതുകൊണ്ട് പിന്നെ കണ്ണടയിൽ പോറലുകളും പാടുകളും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അപ്പോൾ അതിലൂടെ, ഈ കണ്ണടയിൽ കൂടെ ഒന്നും കാര്യമായിട്ട് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. മാനി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പോൾ മാനിയുടെ അച്ഛനും എന്തു പറഞ്ഞു? മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ പരിശോധിച്ച് പുതിയ കണ്ണട വാങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇനി അടുത്തത്? വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെറ്റ് ഗ്രാനി. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മുടെ ഗ്രാമത്തിൽ ഈ കണ്ണടയൊന്നും ലഭിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ഗ്രാനി പറയാണ്. മാനി സെറ്റ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഹൈ ഹോസ്പിറ്റൽ ഇൻ മിസോറി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. അതിനെന്താ, നമുക്ക് മസൂറിയിലെ കണ്ണാശുപത്രിയിൽ പോയിട്ട് കാണിക്കാമല്ലോ, അതല്ലേ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് അടുത്തിട്ടുള്ളത് മസൂറിയിലല്ല, അവിടെ നമുക്ക് പോകാമെന്ന് ആര് പറയാണ്? മാനി പറയാണ്. ബട്ട് ദാറ്റ് ഈസ് 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പം ഗ്രാനി ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്, ഗ്രാനിക്ക് അത് വലിയ ഇഷ്ടമല്ലേ, അപ്പം പറയാണ് അത് 2 ദിവസത്തെ ജേർണി അല്ലേ എന്ന് പറയുകയാണ്. ഓക്കെ, ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അപ്പം ഗ്രാനിക്ക് വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് പല എക്സ്ക്യൂസസും പറയാണ്. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മാനി. അപ്പോൾ എന്താ കാരണം? മാനിയെ വിട്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അപ്പം മാനിക്ക് എത്ര വയസ്സാണ്? 11 വയസ്സാണ്. സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം നോക്കിക്കൊണ്ടിരുന്നു. But Granny had brought him up even since his mother had died when he was only a year old. അപ്പോൾ എന്താണ് സംഭവം? അവനിക്ക് 1 വയസ്സായപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു.
അപ്പോൾ അത് മുതൽ ആരാണ് അവനെ നോക്കുന്നത്? ഗ്രാനിയാണ്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. His mother had died when he was only a year old. She was his nanny, maternal grandmother, and he had cared for boy and father and the cows and hens in the household with great energy and devotion. She was his nanny. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നാനിയാണ്. നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. അവർ എന്താ അമ്മയുടെ അമ്മയാണ്. പിന്നെ ഇവരെ മാത്രമല്ല നോക്കിയിരുന്നത്, അവിടെ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു, കോഴികളുണ്ടായിരുന്നു. അവരെയൊക്കെ വളരെ ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ, അർപ്പണബോധത്തോട് കൂടിയിട്ടായിരുന്നു അവർ നോക്കിയിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വയറ്റ് വെൽ, ഷീ സെഡ്. എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നു അവർ പറയാണ്. നൗ ലിസൺ എന്നാൽ പക്ഷേ ഞങ്ങൾ പറയുന്ന കേൾക്കൂ. സെറ്റ് മാനീസ് ഫാദർ സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ എന്താ, കർശനമായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാണ്. ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കൂ. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ വിടുന്നത്. ഐ വിൽ ടേക്ക് യു ടു മസൂറിയിലേക്ക് ഞങ്ങളും വരാം. ആൻഡ് ലീവ് മാനി ഹിയർ ബൈ ഹിംസെൽഫ്. എന്നിട്ട് നാനി അവിടെ ഒറ്റയ്ക്ക് വിടാനാ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? എങ്ങനെ ചിന്തിക്കാനൊക്കെ പറ്റുന്നതെന്ന് ചോദിക്കാനും. അപ്പോൾ ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി. എങ്കിൽ മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോകാമെന്ന് ആര് പറയാണ്? മാനി പറയാണ്. സെറ്റ് മാനി ഈഗേർലി. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ ഇതിനു മുമ്പ് മസൂറിയിലൊക്കെ പോയിട്ടുണ്ട്. ആരുടെ കൂടെ? എൻ്റെ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം ഞാൻ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. എവിടെ താമസിക്കണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അപ്പോൾ എന്താ പറയുക, ഹി പോസ്റ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് അവനെ നിർത്തിയിട്ട്, ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. ഇങ്ങനെ സംശയത്തോടെ അച്ഛനെയും മുത്തശ്ശിയെയും നോക്കുകയാണ്. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു ഞാൻ വുഡ് യു ഗ്രാനി? ഒരു സംശയത്തോടെ കൂടിയിട്ട് ആ സംസാരം എടുത്തിട്ട് ഇങ്ങനെ മുത്തശ്ശിക്ക് ഞാനിലേക്ക് നടക്കാൻ കഴിയില്ലല്ലോ അല്ലേന്ന് പറയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. തീർച്ചയായും എനിക്ക് നടക്കാനൊക്കെ കഴിയും ഗ്രാനി. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എനിക്ക് കാഴ്ചക്കുറവേ ഉള്ളൂ, പക്ഷേ എനിക്ക് നടക്കാനൊന്നും കുഴപ്പമില്ല എന്ന് ഗ്രാനി പറയാണ്. ബട്ട് യു ആർ 70 ഗ്രാനി. മുത്തശ്ശിക്ക് 70 വയസ്സായി. വാട്ട് ഹാസ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? അതുകൊണ്ടെന്താ? ആൻഡ് ബിസൈഡ്സ് ഇറ്റ് ഈസ് ഡൗൺ ഹിൽ ടു 9. അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുകയാണ്. കൂടാതെ 9ലേക്ക് എന്ന് പറയുന്ന ഒരു ഇറക്കമാണ്. പക്ഷേ ആൻഡ് അപ് ഹിൽ കം ബാക്ക് അപ് ഹിൽ ഹീസ് ഈസിയർ സെറ്റ് ഗ്രാനി. 9ലേക്ക് ഇറക്കമാണ്, പക്ഷേ മടങ്ങുമ്പോൾ എന്താണ്? കയറ്റമാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, എനിക്ക് കയറ്റം വളരെ എളുപ്പമാണ്. നൗ ദാറ്റ് ഷീ ന്യൂ മാനി മൈറ്റ് ബി accompanying her, she was more than ready to make the journey. അപ്പോൾ എന്താണ്, മാനി കൂടെ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിക്ക് യാത്രക്കൊക്കെ റെഡിയായി. ഷി വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേർണി. വൈൽ വി ആർ ഇൻ മസൂറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ ന്യൂ ബെൽ ഫോർ the white cow and a pullover for your father and shoes for you. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പർച്ചേസിങ്ങിനെ കുറിച്ചാണ് ഗ്രാനി പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? മസൂറിയിലെത്തുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നാലും നമുക്ക് കുറച്ച് തൈകൾ വാങ്ങാം, വിത്തുകൾ വാങ്ങാം അല്ലേ? സം സീഡ്സ് ആൻഡ് ബൾബ്സ്. കുറച്ച് വിത്തുകളും ബൾബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈകളും. ഓരോ ഇതിൻ്റെ പച്ചക്കറീൻ്റെയൊക്കെ തൈകൾ വാങ്ങാം. പിന്നെന്താ വാങ്ങാൻ പറഞ്ഞതിൽ? വെള്ള പശുവിന് ഒരു പുതിയ ബെല്ല് വാങ്ങണം. അതേപോലെ തന്നെ നിൻ്റെ അച്ഛന് എന്ത് വാങ്ങണം? എൻ്റെ പുൾ ഓവർ ഫോർ യുവർ ഫാദർ, ഒരു ഉടുപ്പ് വാങ്ങണം. നിനക്ക് ഒരു ചെരുപ്പും വാങ്ങണം. അങ്ങനെയാണ്. അപ്പോൾ അവിടെ എത്തി പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഓക്കെ, നൗ ജസ്റ്റ് എ മിനിറ്റ് സെറ്റ് മാനീസ് ഫാദർ. ഒരു മിനിറ്റ് ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ മാനീസ് ഫാദർ ഒരു, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ കണ്ണ് പരിശോധിക്കാനാണോ അതോ ഷോപ്പിങ്ങിനാണോ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. എനിക്ക് ചിലവാക്കാൻ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. സ്പെയർ എന്ന് പറഞ്ഞാൽ ചിലവാക്കാം. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് 100 രൂപയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. എൻ്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത്.
വി വിൽ മാനേജ്. നമ്മളൊക്കെ അതൊക്കെ മതി, നമ്മളതൊക്കെ മാനേജ് ചെയ്തോളാം. സെറ്റ് മാനി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. എവിടെ കിടക്കുക? ബസ് ഷെൽട്ടറിൽ നമുക്ക് ഉറങ്ങാമെന്ന് പറയും. നോ വി വോണ്ട് സെറ്റ് ഗ്രാനി. അതൊന്നും പറ്റില്ല. മുത്തശ്ശി പറയാണ്, ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമുക്ക് ഹോട്ടലിൽ താമസിക്കാം. ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രസ്സിൽ ഗ്രാനി ആൻഡ് മാനി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയ്നും. അങ്ങനെ അവർ അച്ഛൻ തന്ന 100 രൂപയും ഗ്രാനിയുടെ കയ്യിലുള്ള 50 രൂപയും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം രാവിലെ അവർ യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ട്? നൈനിലേക്ക്. എങ്ങനെയാണ് അവർ പോകുന്നത്? കാൽനടയായിട്ടാണ് പോകുന്നത്. സെറ്റ് ഔട്ട് എന്നുള്ളവരുടെ ഒരു ഫ്രേസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാർട്ട് ചെയ്യുക, ആരംഭിക്കുക. ഗ്രാനി ആൻഡ് മാനി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയ്ൻ. ഓക്കെ, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. ഓക്കെ.